തിരുവമ്പാടിയും പാറമേക്കാവും മത്സരിച്ച് അവരുടെ കൈവശമുള്ള സ്പെഷ്യൽ കുടകൾ ഉയർത്തി പൂരാസ്വാദകരെ, പൂരപ്രേമികളെ, അവിടെ കൂടിയ ജനലക്ഷങ്ങളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജെയിംസ് സാറിന്റെ പീപ്പിൾസ് ജഡ്ജ്മെന്റ് അനുസരിച്ച് 3-2 പാറമേക്കാവ് 1 പോയിന്റിന് മുന്നിലാണ്. പാറമേക്കാവ് 1 പോയിന്റിന് മുന്നിലാണ്. തിരുവമ്പാടി ഇപ്പൊ തിരിച്ചടിക്കാൻ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ ഇതായിരുന്നു അവസ്ഥ. അവസാനം വരെ പാറമേക്കാവായിരുന്നു മുന്നിൽ. ഇതാ വരുന്നു തിരുവമ്പാടിയുടെ തിരിച്ചടി. തിരുവമ്പാടിയുടെ തിരിച്ചടി ഇതാ 3-3. ഇതാ പാറമേക്കാവ് 3-3. അതും നമ്മുടെ ഗുരുവായൂരിലൊക്കെ പോകുന്നവർക്ക് അവിടെ ആ രൂപം അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണാൻ കഴിയും. ആ രൂപമാണിതാ ഇവിടെ കുടയിൽ, മനോഹരമായ കുടയിൽ ഇങ്ങനെ അവതരിപ്പിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ കുടകൾ തിരുവമ്പാടിയും പാറമേക്കാവും ഇങ്ങനെ മത്സരിച്ചുയർത്തുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് തെയ്യക്കോലം ഉയർത്തുന്നു. സ്പെഷ്യൽ കുട ഉയർത്തി തിരുവമ്പാടി മറുപടി പറയുന്നു. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന പോരാട്ടമാണല്ലേ. 3-3. അതെ, 3-3 ആദ്യം അടിക്കുന്നത് പാറമേക്കാവാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പല പ്രേക്ഷകർ അതിനിടെ ചോദിക്കുന്നുണ്ട്, ഇത് നെഹ്റു ട്രോഫിയുടെ കമന്ററി ആണോ അതോ വോട്ടെണ്ണലാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെഹ്റു ലക്ഷങ്ങൾ നോക്കി നിൽക്കുന്ന ആരോഗ്യകരമായ ഒരു മത്സരമാണ്. ആരോഗ്യപരമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഞങ്ങൾ നടത്തുന്നു. അതിനപ്പുറത്തേക്ക് ആരും ഇതിനെ കാണേണ്ടതില്ല. പാറമേക്കാവും തിരുവമ്പാടിയും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അതുകൊണ്ട് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് ഞങ്ങൾ നോക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ 3-3 ഞങ്ങൾ കഴിഞ്ഞ ഈ പൂരപ്പറമ്പിൽ പോകുമ്പോൾ തിരുവമ്പാടിയുടെ കൂടെ അവരുടെ മേളത്തിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്, പാറമേക്കാവിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ദേവസ്വം ഭാരവാഹികൾ ഞങ്ങളുടെ കൂടെ ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് പക്ഷം ചേരലേ അല്ല, ഞങ്ങൾ അതിൻ്റെ ഒരു ആവേശം. ഹാഷ്മിക്ക് ഒരു നെറ്റിപ്പട്ടം കൊടുത്ത് നിർത്തിയാൽ തലപ്പൊക്കം ഫസ്റ്റ് 24-ന് കിട്ടുന്നു. ഇവിടെ നമ്മൾ കാണാം ഇപ്പോൾ കുറച്ചുകൂടി വെളിച്ചം മങ്ങിയതോടുകൂടി ആളുകളൊക്കെ അവരുടെ കൈവശമുള്ള അവരുടെ മൊബൈൽ ഫോണുകളൊക്കെ അതിലെ ടോർച്ചൊക്കെ തെളിച്ച് കുറെ കൂടി നിറം ആ പുരുഷാരത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൂടി ആകുമ്പോൾ ആ പൂരപ്പുറം എനിക്ക് തോന്നുന്നത് ഒരു എന്താണ്, ഒരു കാഴ്ചയുടെ ഒരു അത്ഭുതം, ഒരു കാഴ്ചയുടെ വസന്തം എന്ന് വെച്ചാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത മനോഹാരിത സമ്മാനിക്കുമെന്ന് തോന്നുന്നു. ഇത് ആവേശം അണപൊട്ടി പലരും ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്നത് കാണാം. ശ്രീരാഗ് ചോദിച്ചിരിക്കുന്നു, ഇന്ത്യൻ സൈനിക ശക്തി ഇവിടെ കൂടെ പ്രതീക്ഷിക്കാമോ? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വലിയ ടെൻഷനിൽ നിൽക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ശ്രീരാഗ് ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യൻ സൈനിക ശക്തി ഇവിടെ കൂടെ പ്രതീക്ഷിക്കാമോ? ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. അതെ, ആനുകാലിക സംഭവങ്ങളൊക്കെ കുടകളിൽ വരുന്നുണ്ട്. അത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഇത്തവണയും അത് നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. അത്തരം കുടകൾ ദേവസ്വം ഭാരവാഹികൾ പറയുന്ന അവസാനം അവരിങ്ങനെ കാത്തിരിക്കും. സ്പെഷ്യൽ കുടകളുടെ അവസാനം ഏറ്റവും ഒടുവിൽ ചില കുടകൾ തയ്യാറാക്കാൻ ഒരുപക്ഷെ അത്തരം കുടകളിൽ അത് കാണാം. ഇവിടെ തിരുവമ്പാടിയുടെ ഒരു നിലക്കുടയാണ്. 2 നിലയുണ്ട്. അപ്പോ 2 നില കുട വന്നിരിക്കുന്നു. അപ്പോൾ തിരുവമ്പാടി 4, പാറമേക്കാവ് 3. ഒരു വ്യത്യസ്തതയുണ്ടല്ലോ. അതെ. അപ്പൊ തിരുവമ്പാടിക്ക് 4, തിരുവമ്പാടി ഒരു ഗോൾ മുന്നിലെത്തിയിരിക്കുന്നു. തിരുവമ്പാടി 4, പാറമേക്കാവ് 3. അങ്ങനെ മത്സരിച്ച് കുടകൾ ഉയർത്തട്ടെ തിരുവമ്പാടിയും പാറമേക്കാവും. അങ്ങനെ അല്ലകടല് പോലെ ജനങ്ങളെ ആവേശം കൊള്ളിക്കട്ടെ തിരുവമ്പാടിയും പാറമേക്കാവും.